ചേട്ടന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ആരാധകരുടെ പ്രതികരണം, ചേട്ടന്റെ തിളങ്ങി നിന്ന സമയത്ത് ചിലപ്പോൾ ഉദ്ഘാടനത്തിന് പോയതായിരിക്കാം, സ്റ്റേജ് ഷോയിന് പോയതായിരിക്കാം, ചേട്ടനെ ഒന്ന് കാണാൻ, ഒരു നോക്ക് കാണാൻ ഇപ്പൊ ചിലപ്പോൾ ദൂരെ നിന്ന് വണ്ടി പിടിച്ച ഒരാളായിരിക്കാം. അത്തരത്തിൽ ചേട്ടനെ പോലും ഒന്ന് ഭയങ്കര ഒരു സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ ആരാധകരുടെ ഭാഗത്തുള്ള ഒരു പ്രതികരണം പബ്ലിക് ഫംഗ്ഷന് പോയതോ? ഇപ്പൊ പബ്ലിക് അന്നൊക്കെ എന്റെ കൂടെ തന്നെ പ്രേമിച്ചവരൊക്കെ ആയിരുന്നു. പുള്ളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിളങ്ങുള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവരോട് കൂടും, എപ്പോഴും എല്ലാവരുടെ അടുത്തും കൂടും. ആ സ്റ്റൈലിൽ മാറി നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. ആൾക്കാർ തിക്കൂട്ടും തിരക്കൂട്ടും സ്വാഭാവികമാണ്. അത് നമ്മൾ കണ്ടില്ലെന്ന് വയ്ക്കും, കുറച്ച് അകലം പാലിക്കുന്നു മാത്രമേ ഉള്ളൂ. സോ വി ലൈക്ക് അത് എന്റെ ജീവിതത്തിലും ഏത് വ്യക്തികൾക്കും ആ വ്യക്തിയെ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പക്ഷെ എനിക്ക് നഷ്ടബോധം ഉണ്ടായിട്ടുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് എപ്പോഴും നടന്നു പോകുന്നതായിരുന്നു ഇഷ്ടം, ബസ്സിൽ കയറി പോകുന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ ചിലപ്പോൾ അന്ന് സിനിമയിൽ വന്നതിന് ശേഷം അത്ര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ നോക്കുന്നതാണ്, ഒരു ചമ്മലുണ്ടല്ലോ. എത്ര നടനായാലും നമുക്കൊരു ചമ്മലുണ്ടാവും. അപ്പോൾ ഒളിച്ച് നടക്കേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ആ സമയത്ത് ചിലരൊന്ന് ചോദിച്ചിട്ടൊക്കെ ഉണ്ടോ, നിങ്ങൾ ഇത്ര ഭയങ്കരനാണോ എന്നൊക്കെ ചില ചേച്ചിമാരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ചോദിച്ചിട്ടില്ല. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആരെന്നെ പേടിച്ചണക്കല്ല, നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. ഇപ്പോഴാണ് സംസാരം കുറവ്. അല്ലാണ്ട് നന്നായിട്ട് വാചടിക്കുന്നായിരുന്നു, നന്നായിട്ട് സംസാരിക്കാൻ അറിയാമായിരുന്നു. സോ ഞാൻ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അയാളുടെ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ്. ഇപ്പൊ കൂടിയുണ്ട്. ഇപ്പൊ പിന്നെ മാറി നിൽക്കാട്ടോ, മോനൊക്കെ വലുതായില്ലേ. എന്നാലും മോൻ ഭയങ്കര സുന്ദരനാട്ടോ. അതെങ്ങനെ സുന്ദരനാവാണ്ടിരിക്കും? ചേട്ടന്റെയും ചേച്ചിയുടെയും കൂടെ സൗന്ദര്യം കിട്ടി കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. നല്ല പേരാണ്. പിന്നെ പുറത്തൊക്കെ കറങ്ങിയാണെന്ന് ഒരു 5-8 വർഷം പുറത്തായിരുന്നു. ആ കൾച്ചർ കയറിയിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല, വെസ്റ്റേൺ കൾച്ചർ. വെസ്റ്റേൺ കൾച്ചർ. അപ്പൊ പിന്നെ നമ്മൾ മാറി നിൽക്കും. കാരണം നമ്മളിവിടെ ഗ്രാമത്തിൽ വളർന്നതാണ്. അങ്ങനെ സത്താറേട്ടന്റെ ജീവിതത്തിലൂടെ നമ്മൾ കുറച്ച് ചെറുതായിട്ടൊരു യാത്ര, വളരെ ചെറിയ യാത്ര അത്രേ പറ്റുള്ളൂ. കാരണം 1975 ഫീൽഡിൽ വന്ന ആൾ ഇപ്പൊ 2013 നിൽക്കുമ്പോൾ വളരെ ചെറിയ രീതിയിൽ എത്തിനോട്ടം നടത്താനേ നമുക്ക് ഹൃദയത്തിലൂടെ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇനിയും ചേട്ടൻ ഒരു ദിവസം കൂടെ വരണം, എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന. പക്ഷെ എനിക്ക് എന്റെ ഭാഗ്യം എന്താ വെച്ചാൽ എനിക്ക് റിനീറ്റോമെ കാണാൻ വേണ്ടി ഞാൻ ശരിക്കും പറഞ്ഞു. ഞാനതുകൊണ്ട് ഒരു പഴയ സ്റ്റൈലൊക്കെ ഐ ലവ് യു എ ലോട്ട് ആൻഡ് ഐ ലൈക്ക് യു എ ലോട്ട്. കാരണം നിങ്ങളുടെ ആക്ഷനും ഒക്കെ എനിക്ക് കണ്ടിരിക്കാൻ രസമുണ്ടായി. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ പൂവൊക്കെ വെച്ചേക്കുന്നുണ്ടോ? പൂവൊന്നുമല്ല, മുഖം പോരെ. അതിന് പിന്നെ പൂവുണ്ട്. ആ ചിരി പോരെ, അല്ലെങ്കിൽ ആ ശബ്ദം പോരെ. പൂവിലും നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ. വെരി ഗുഡ്, നൈസ് ടു മീറ്റ് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേട്ടാ. All the happiness to all the viewers.